അപ്പോൾ ഇന്നത്തെ പരീക്ഷണം നമുക്ക് പൈനാപ്പിൾ ഉണ്ടാവുക അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ പൈനാപ്പിൾ. ഇത് ഇവിടെ വന്നിട്ട് കാശ് മുടക്കി മേടിക്കുന്നതിന് നല്ല വിഷമമുണ്ട്. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, കൊതി വന്നാൽ കാശ് മുടക്കിയാണെങ്കിൽ സാധനം വാങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ പൈനാപ്പിൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പൈനാപ്പിൾ ജ്യൂസും പുളിശ്ശേരിയും വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. പുറത്ത് പോയാൽ ജ്യൂസ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും പൈനാപ്പിളാണ്. ബാക്കിയൊക്കെ വലിയ താല്പര്യമില്ല. പൈനാപ്പിൾ എനിക്കൊരു അഡിക്ഷനാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് എനിക്ക്. അതിൻ്റെ മണം വരുമ്പോൾ തന്നെ കൊതിയാവും. അത്ര നല്ല സ്മെല്ലുണ്ട്. അതാ അടുത്ത് നോക്കരുത്, നല്ല മണം വരുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓടും. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരി വെക്കാമെന്ന്. ഏട്ടനാണെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി അധികം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ ഏട്ടൻ ഉണ്ടാക്കി കൊടുക്കാം. അതുവഴി എൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എടുത്ത് അത് നല്ലോണം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അതിന് മേലിൽ ആദ്യത്തെ മുള്ളു പോലുള്ള തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം മുള്ളുള്ള ഈ കറുത്ത തൊലികളുണ്ടല്ലോ അതും കൂടി ഞാൻ നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം അത് നമ്മുടെ നാക്കിൽ കൊണ്ടു കഴിയുമ്പോൾ നാവിൽ ചൊറിച്ചിലും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ചിലർക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു മുള്ള് കുറച്ച് ആഴത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. നാക്കിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവും നമ്മൾ ഒരുപാട് ഇത് കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടുതൽ ഭാഗവും ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും. ഒരു നേർത്ത ഭാഗം മാത്രമേ ഞാനങ്ങനെ വെക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കഴിച്ചാലും വലിയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കേട്ടോ. എൻ്റെ ഒരു ഐഡിയ ആണ്. എത്രത്തോളം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയാലും നമ്മൾക്ക് ഇങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ പൈനാപ്പിൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഫോണിൽ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഫോണിലൊരു സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് അവിടെ പ്ലേ ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് അങ്ങോട്ടൊരു സുഖമാവത്തില്ല. ഇനി നേരത്തോട് ശീലിച്ചത് കൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വീഡിയോ നോർമലി ഞാൻ കൗമുദി ചാനലിലെ അളിയൻസ് പ്രോഗ്രാമാണ് കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കപ്പോഴും എൻ്റെ ഫോൺ സ്ക്രീനിൽ അതായിരിക്കും കൂടുതൽ പ്ലേ ആവുന്നത്. ഇന്നിപ്പോൾ വേറെന്തോ ഒരു മൂവിയുടെ ക്ലിപ്പിങ്ങാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്ന് പൈനാപ്പിൾ കട്ട് ചെയ്യാണ് കേട്ടോ. നല്ലതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇനി ഇത് നടുവേ മുറിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത്ര പീസാക്കുക. അപ്പോൾ നമ്മൾ പുളിശ്ശേരിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പീസസ് മതി. ഒരുപാട് വലിയ പീസസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് നുറുക്കിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ നല്ലപോലെ അതിൻ്റെ മുകളിലത്തെ മുള്ളുകൾ കുറച്ച് കട്ടിയിൽ നിന്ന മുള്ളുകൾ അതിൻ്റെ ഒരു അളവ് കുറച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സൈസ് കുറച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈനാപ്പിൾ എന്ന് പറയാൻ ഒന്നും തന്നെ അതിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അതിനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. മുറിച്ചിട്ട് ഇതിന് നടുവിനുള്ള ഈ ഒരു ഭാഗത്തിന് നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലേക്ക് അതിന് കുഞ്ഞിൽ എന്നാണ് പറയുക. പൈനാപ്പിളിൻ്റെ ഈ കുഞ്ഞിൽ ഞാൻ കഴിക്കാറില്ല. ചിലർക്കത് കഴിക്കുമ്പോൾ നാക്ക് ചൊറിയാറുണ്ട്, അങ്ങനെ ഒരു ഇറിറ്റേഷൻ വരാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ബ്രദർ കഴിക്കും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കഴിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ആരും ഇത് കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാനത് കളയുകയാണ്. എന്നിട്ട് പൈനാപ്പിൾ ഞാനിങ്ങനെ കുഞ്ഞു പീസായിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി ഞാൻ അങ്ങോട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ 1-2 എൻ്റെ വായിലേക്കും പോകുന്നുണ്ട്. കാരണം നല്ല മധുരമായിരുന്നു. വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പൈനാപ്പിൾ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ കുറേ എൻ്റെ വായിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഞാൻ മുറിച്ചെടുത്ത് ടേസ്റ്റ്. നീ ഇങ്ങനെ തിന്നല്ലേടി മുഴുവൻ കറക്കി വെച്ചേക്കുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ വയറ്റിലേക്കാണ് പോണേന്ന് എന്നെ കമൻറ്റ് അടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതാണ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കറിക്ക് ആവശ്യമായ, അതായത് നമ്മുടെ പുളിശ്ശേരിക്ക് ആവശ്യമായ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റൗവിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ആ 2 പച്ചമുളക് ഒന്ന് നടുകെ കീറി, കുറച്ച് നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ നുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സാദാ മുളക് പൊടി കുറച്ച് ചേർക്കുക. അത് എരിവിന് കുറച്ച് സാദാ മുളക് പൊടി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാദാ മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കാം. ഒരുപാട് ചേർക്കരുത്, ഭയങ്കര ചുവപ്പ് കളറായിപ്പോവും. അതൊന്നും വേണമെന്നുണ്ടെങ്കിൽ മാത്രം. സാദാ മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക മീൻസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പൈനാപ്പിൾ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിട്ട് പൊടികൾ പൈനാപ്പിളിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് എത്തണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെറിയ സ്പൂൺ എടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണല്ലോ, അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ അടുത്ത് തീരുമാനമാകും. അതുകൊണ്ട് ഞാൻ ആ ചെറിയ സ്പൂണിൽ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്തേക്ക് നമുക്ക് വേറെയും പണികളുണ്ട്. നമുക്ക് പുളിശ്ശേരിയുടെ മെയിൻ ആളാണ് തൈര്. ഞാൻ ഉപയോഗിക്കുന്നത് മിൽമയുടെ തൈരാണ് കേട്ടോ. എനിക്ക് മിൽമയുടെ തൈര് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ മോരുകറി ഉണ്ടാക്കാനാണെങ്കിലും പച്ചമോരാക്കാനാണെങ്കിലും മിൽമയുടെ തൈര് മാത്രമേ വാങ്ങാറുള്ളൂ. നാടൻ തൈരും അങ്ങനെ വാങ്ങാറില്ല, മിൽമയുടെ തൈരാണ് വാങ്ങാറ്. ഞാൻ അധികം അതിൽ വെള്ളം ചേർക്കത്തില്ല. ചെറുതായിട്ട് ആ കവറിലേതൊന്ന് കുലുക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അതെടുക്കത്തുള്ളൂ. എന്നിട്ട് ആ തൈര് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കും. എനിക്ക് മിക്സിയുടെ ജാറിലിട്ടടിക്കുന്നത് ഇഷ്ടമല്ല. ഈസിയാണ് അതടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാണ്ട് തൈര് നല്ല സൂപ്പറായിട്ട് കിട്ടും. പക്ഷേ എനിക്കെന്തോ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ആ തൈരിൻ്റെ കൺസിസ്റ്റൻസി, ആ ഒരു കുറുകിയിരിക്കുന്ന ആ ഒരു പരുവം അങ്ങ് പോകുന്നത് പോലെ തോന്നും. ഞാൻ ഒറ്റ വട്ടം മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ആ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമായില്ല. എനിക്കിങ്ങനെ കുറുകിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ബീറ്ററാണ് ഉപയോഗിക്കാറ്. ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കും. പിന്നെ കുറച്ച് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഉടച്ചതിരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു തേങ്ങ അങ്ങോട്ട് ഉടച്ച് പിന്നെ പറയണ്ടല്ലോ, തേങ്ങ വെള്ളം കുടിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു നിയമം. തേങ്ങ ഉടച്ചാൽ തേങ്ങ വെള്ളം കുടിക്കണം. ഇനി തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ അമ്മ തേങ്ങ ഉടയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഓടിച്ചെല്ലും, തേങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞു. ഞാനൊന്ന് പൈനാപ്പിൾ നോക്കുന്നില്ല, നല്ല തീയിലാണ് വെച്ചിരിക്കുന്നത്. ചോട്ടി പിടിച്ച് ചീത്തയാവരുതല്ലോ. അതിനടുത്ത് തന്നെ ഞാൻ ക്യാരറ്റും നമ്മുടെ ബീൻസും കൂടി ഒന്ന് മെഴുക്ക് വരട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമായ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനോ, ഫുൾ സ്ലീവ് ഡ്രസ്സായതുകൊണ്ട് ഡ്രസ്സ് ചിരവയിൽ ഉടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ആവശ്യത്തിന് ചിരണ്ടി എടുക്കുന്നുണ്ട്. കുറച്ച് മതി, നമ്മൾ കുറച്ചൊരു പൈനാപ്പിളല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിനേക്ക് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യും. നിങ്ങൾ ആദ്യം ഇട്ട മഞ്ഞൾപ്പൊടി കളർ ആയിട്ടില്ല, പുളിശ്ശേരിക്കുള്ള കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, എനിക്ക് ആദ്യം ഇട്ടത് അത്ര സുഖം തോന്നിയില്ല. അപ്പോൾ കുറച്ച് ആഡ് ചെയ്യും. പിന്നെ നമ്മൾക്ക് അതിലേക്ക് നല്ല ജീരകം വേണം. ജീരകം കുറച്ച് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലപോലെ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല തേങ്ങാപ്പീര നല്ലതുപോലെ അരഞ്ഞു വരണം കേട്ടോ. ഒട്ടും പീരയായിട്ട് കിടക്കരുത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മഞ്ഞൾപ്പൊടി കുറവ് തോന്നി. ഇതൊന്ന് ഇളക്കാനായിട്ട് എടുത്തപ്പോൾ മഞ്ഞൾപ്പൊടി കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുത്ത് എന്നിട്ട് അപ്പം തന്നെ കൈയോടെ അവിടെ വീണ് അരപ്പൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ നല്ലോണം ആ വെള്ളമൊക്കെ വറ്റി പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത്, ഈ അരപ്പിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. തേങ്ങയും നല്ല ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യമാണെങ്കിൽ, ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട മഞ്ഞൾപ്പൊടി കുറവാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണം, എന്നെപ്പോലെ കുറച്ചുകൂടി കളറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ആ അരപ്പൊന്നും ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ആ അരപ്പൊന്ന് പൈനാപ്പിളിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഓൾറെഡി വെന്തിരിക്കുന്ന പൈനാപ്പിളാണ്. അപ്പോൾ അതിലേക്ക് മിക്സ് നല്ലോണം പച്ചമണം മാറി, ആ മിക്സിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരുന്നത്, കാരണം പൈനാപ്പിൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ഈ മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം തീ കൂട്ടിയിട്ട് അതൊന്ന് തിളക്കട്ടെ, ഒന്ന് ചെറുതായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് തൈര് ഒഴിക്കാം. അപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ച് കുറുകി വന്നപ്പോഴത്തേക്ക് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മിൽമയുടെ തൈര് അത് ഞാൻ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതലാണ്, നമ്മളിപ്പം ഒഴിച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, വെള്ളം പോലെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒഴിക്കുന്ന അളവ് നമുക്ക് കുറയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമായിട്ട് പൈനാപ്പിൾ പാത്രത്തിനടിയിൽ മാത്രം കിടക്കുന്ന ഒരു പരുവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തൈര് ചേർക്കണ്ട, കുറച്ച് തൈര് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കിയിട്ടാണ് ബാക്കി തൈരും കൂടെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ഒരു പാകത്തിന് കറക്റ്റായിരുന്നു ആ ഒരു തൈര്, കാരണം ഞാൻ തൈരിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആ തൈര് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ആ തൈര് ഈ അരപ്പിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തൈര് ചൂടാവാനേ പാടുള്ളൂ, തൈര് ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാതെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുക.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഇനി മധുരം നോക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ മധുരം നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മധുരം കുറവാണ്. എനിക്ക് നല്ല മധുരം വേണം. ചിലർക്ക് ചോറിൻ്റെ കൂടെ മധുരമുള്ള കറി വലിയ താല്പര്യമില്ല. ഇവിടെ എൻ്റെ ഏട്ടനും ഇഷ്ടമല്ല. എന്നാലും ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. മധുരമുള്ള കറികൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മധുരം ചേർക്കുക കേട്ടോ. ചിലർക്ക് പുളിയായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ മധുരം ചേർക്കാതിരുന്നാൽ മതി. എനിക്ക് മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ പൈനാപ്പിളിൽ മധുരം ആവശ്യത്തിന് ഞാൻ ചേർക്കുന്നുണ്ട്. എനിക്ക് മധുരം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാമ്പഴ പുളിശ്ശേരിയും പൈനാപ്പിൾ പുളിശ്ശേരിയും. അപ്പോൾ ആ മധുരമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകും. അതുകൊണ്ട് വേഗം തന്നെ മധുരമൊക്കെ നോക്കി ഞാൻ ഇളക്കി അങ്ങ് സെറ്റാക്കുകയാണ്. ഓക്കെ ആയിന്ന് തോന്നിയപ്പോൾ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിനി കടുകും കൂടെ താളിച്ചിടണം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എൻ്റെ മധുരം കുറച്ച് എപ്പോഴും മുന്നിൽ നിൽക്കണം. മധുരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണ്. അങ്ങനെ വീണ്ടും മധുരം ആഡ് ചെയ്ത് അവസാനം എൻ്റെ പുളിശ്ശേരി റെഡിയായി. എന്നിട്ട് ഇച്ചിരി കടുക് താളിക്കാമെന്ന് കരുതിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതാണ്. മൂട്ടിൽ തീ കൊളുത്തി ആരെങ്കിലും ഇരിക്കുമോ? പുള്ളി ചാടിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ഞാൻ അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് കടുക് താളിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് കടുക്, ആവശ്യത്തിന് കടുകും ഇട്ട് 2 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ കറി ഒരു ഭംഗിയുണ്ടല്ലോ കാണാൻ. പിന്നെ എനിക്ക് പുളിശ്ശേരിക്കകത്താണെങ്കിലും നമ്മളുടെ മോര് കാച്ചിയതിനകത്താണെങ്കിലും വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ ആ വറ്റൽമുളക് മാത്രം എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറ്റൽമുളക്. സാമ്പാറിനകത്താണെങ്കിലും പുളിശ്ശേരിക്കകത്താണെങ്കിലും എടുക്കുന്നത് അത് ഞാൻ എടുത്ത് അത് മാത്രം കൂട്ടി ചോറുണ്ണാറുണ്ട് കേട്ടോ. എനിക്ക് വറ്റൽമുളക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ആ വറ്റൽമുളകും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ കടുക് താളിക്കുന്നുണ്ട് കേട്ടോ. കടുകും കൂടെ താളിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പൈനാപ്പിൾ പുളിശ്ശേരി ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. മാമ്പഴത്തിന് പകരം പൈനാപ്പിൾ ആണെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. കാരണം അതിലുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.